إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു പഴയ കോട്ടയുടെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം ചിന്താനിമഗ്നനായി അവിടെ വിശ്രമിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനരികിലൂടെ നടന്നു നീങ്ങി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സലാം പറഞ്ഞു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം അതറിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സലാം പറഞ്ഞത് അദ്ദേഹം കേട്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, മാ യുഅ്ജിബുക അന്നി മറർതു അലാ ഉസ്മാൻ ഫസല്ലംതു അലൈഹി ഫലം യറുദ്ദ അലയ്യ സലാം. ഓ അബൂബക്കർ, ഞാൻ ഉസ്മാനിന്റെ അടുത്തുകൂടെ നടന്നു വരികയും അദ്ദേഹത്തോട് സലാം പറയുകയും അദ്ദേഹം എൻ്റെ സലാം മടക്കാതിരിക്കുകയും ചെയ്തത് താങ്കളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടായി ചോദിച്ചു, ജാഅനി അഖൂക ഉമർ, താങ്കളുടെ സഹോദരൻ ഉമർ എൻ്റെ അടുക്കലേക്ക് വന്നു. ഫദക്കറ അന്നഹു മറ അലൈക ഫസല്ലമ ഫലം തറുദ്ദ അലൈഹി സലാം. അദ്ദേഹം താങ്കളുടെ അരികിലൂടെ നടന്നു നീങ്ങുകയും താങ്കൾക്ക് സലാം പറയുകയും താങ്കൾ ആ സലാം മടക്കാതിരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം എന്നോട് പ്രയാസം പറഞ്ഞു. ഫമല്ലദി ഹമലക അലാ ദാലിക്, എന്താണ് അദ്ദേഹത്തിന്റെ സലാം മടക്കാതിരിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച കാര്യം?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം തിരക്കി. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ശഅർതു അന്നക മറർതു ബി മാ ശഅർതു അന്നക മറർത ബി വലാ സല്ലംത. ഓ ഉമർ, അല്ലാഹു സത്യം, താങ്കൾ എൻ്റെ അരികിലൂടെ നടന്നുപോയതോ താങ്കൾ എന്നോട് സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം താഴ്ന്നു പോയതല്ല, മറിച്ച് അത് കേൾക്കാൻ മാത്രം, അത് അനുഭവ വേദ്യമാകാൻ മാത്രം അദ്ദേഹം മറ്റൊരു ശ്രദ്ധയിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, സദഖ ഉസ്മാൻ, അതെ, താങ്കളുടെ സഹോദരൻ ഉസ്മാൻ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. വഖദ് ശഗലക അൻ ദാലിക അംറുൻ. ഉമർ, താങ്കൾ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുകയും സലാം പറയുകയും താങ്കളുടെ സലാം മടക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് അദ്ദേഹത്തെ എന്തോ ഒരു കാര്യം ശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം താങ്കളുടെ സലാം ശ്രദ്ധിക്കാതെ പോയതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, അതെ, ശരിയാണ്. മാ ഹുവ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ കാര്യം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തവഫല്ലാഹു നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ നസ്അലഹു അൻ നജാതി ഹാദൽ അംർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഹപര വിജയം നേടാൻ സാധിക്കുന്ന നജാത്തുൽ അംർ എന്താണ്, രക്ഷാമാർഗം എന്താണ് എന്ന് ചോദിച്ചറിയുന്നതിന് മുമ്പ് അവിടുത്തെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞു. അവിടുന്ന് നമ്മോട് വിട പറഞ്ഞു. എനിക്കത് ചോദിക്കാൻ സാധിച്ചില്ല. എന്താണ് ഇഹത്തിലും പരത്തിലും രക്ഷയേകുന്ന മാർഗം എന്ന സുപ്രധാനമായ ചോദ്യം അവിടുത്തോട് ചോദിക്കുകയും അവിടുന്ന് മറുപടി പറയുകയും അതിനെനിക്ക് അവസരമുണ്ടായിരുന്നില്ല. അവിടുന്ന് അപ്പോഴത്തേക്ക് മരണപ്പെട്ടു പോയി എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഖദ് സഅൽതുഹു അൻ ദാലിക്. എങ്കിൽ ഉസ്മാൻ, ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, താങ്കൾ നിരാശനാകേണ്ടതില്ല. ഖാല ഫഖുംതു ഇലൈഹി ഫഖുൽതു ലഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് കേട്ടതും അബൂബക്കറിന്റെ അടുത്തേക്ക് നീങ്ങി അദ്ദേഹത്തോട് അടുത്ത് നിന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ അബൂബക്കർ അൻത അഹഖു ബിഹാ. ഓ അബൂബക്കർ, താങ്കൾ എൻ്റെ മാതാവിനും പിതാവിനും പകരസ്ഥാനീയനാണ്. താങ്കൾ അത് ചോദിക്കാൻ ഏറ്റവും അർഹനുമാണ്. എന്നെക്കാൾ ഇഹപര വിജയം നേടാൻ സാധിക്കുന്ന, ഇഹപര മോക്ഷം നേടാൻ സാധിക്കുന്ന മന്ത്രം എന്താണെന്ന് ചോദിക്കാൻ താങ്കളാണ് കടപ്പെട്ടവൻ, താങ്കളാണ് അർഹൻ, താങ്കളാണ് യോഗ്യൻ. എന്റെ പിതാവിനും മാതാവിനും ബലിയാണ് താങ്കൾ, പകരസ്ഥാനീയനാണ് താങ്കൾ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, മാ നജാതു ഹാദൽ അംർ. അല്ലാഹുവിന്റെ റസൂലേ, ഇഹപര വിജയവും മോക്ഷവും നേടാൻ സാധിക്കുന്ന മഹത്തായ മന്ത്രം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എനിക്ക് മറുപടി നൽകുകയും ചെയ്തു. മൻ ഖബില മിന്നി അൽ കലിമത അല്ലതി അറൽതു അലാ അമ്മി ഫറദ്ദഹ അലയ്യ ഫഹിയ ലഹു നജാത്ത്. ഏതൊരു വാക്കാണോ എൻ്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ മരണശയ്യയിൽ ഞാൻ അദ്ദേഹത്തോട് ഏറ്റുപറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത്, സമർപ്പിച്ചത്, ഏതൊരു വാക്കാണോ മരണശയ്യയിൽ അവസാന നിമിഷങ്ങളിൽ എന്നിൽ നിന്ന് ഏറ്റുപറയാൻ എൻ്റെ പിതൃവ്യനായ അബൂ താലിബ് നിരസിച്ചത്, അതേ വാക്ക് ഫഹിയ ലഹു നജാത്ത്. അതാണ് രക്ഷയുടെ മന്ത്രം, അതാണ് വിജയത്തിന്റെ മന്ത്രവാക്യം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു ഷഹാദ, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു തഖ്വ, മിഫ്താഹുൽ ജന്ന, ഉർവത്തുൽ വുസ്ഖ, കലിമത്തുൻ തയ്യിബ, ഖൗലുൻ സാബിത്
എന്നെല്ലാം ഖുർആനിലും സുന്നത്തിലും വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗത്തിന്റെ താക്കോലായ സുസ്ഥിരമായ വാക്ക്, അഫ്ദലു ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, ഇരു ഷഹാദത്ത് കലിമകളുടെ അടിസ്ഥാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖ്ലാസിന്റെയും തഖ്വയുടെയും തൗഹീദിന്റെയും മന്ത്രവാക്യം. അതാണ് ഇഹപര വിജയം നമുക്ക് നേടാൻ അടിസ്ഥാനമായിട്ടുള്ള മന്ത്രമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി അവിടുത്തെ സ്വഹാബത്ത് നമ്മെ കേൾപ്പിക്കുകയാണ്. ഖുലഫാ ഉർ റാഷിദീങ്ങൾ അവരുടെ പശ്ചാത്തലം വിവരിക്കുന്ന ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഈ ഉമ്മത്തിൽ അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായ അവരുടെ ചിന്തയും വർത്തമാനവും സംഭാഷണ വിഷയവും ഇതാണ്. എന്താണ് പരലോക രക്ഷയും ഇഹപര വിജയവും നേടാൻ സാധിക്കുന്ന മന്ത്രം? എന്താണ് അതിനുള്ള വഴി? ഇതിനെക്കുറിച്ചാണ് അവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ചായിരുന്നു അവർ പരസ്പരം ചോദിച്ചറിഞ്ഞിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തുകൂടെ നീങ്ങിയിട്ടും അദ്ദേഹം സലാം പറഞ്ഞത് അറിഞ്ഞില്ല. ശബ്ദമില്ലാഞ്ഞിട്ടല്ല, ഈ രക്ഷാമാർഗത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ആരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? നമുക്കറിയാം, തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ മുസ്ലിമീങ്ങൾ ഭൗതികമായി ഞെരുക്കം അനുഭവിക്കപ്പെട്ട സാഹചര്യം. അവർക്ക് ഭൗതികമായോ സാമ്പത്തികമായോ സൈനികമായോ ഒരു യുദ്ധത്തിനൊരുങ്ങാൻ പാകത്തിലുള്ള സന്നാഹമോ സാമ്പത്തിക ശേഷിയോ ആയുധബലമോ ഇല്ലാത്ത യുദ്ധം ചെയ്യാൻ നിർബന്ധിതമായ സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്കയിൽ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയവേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി 1000 ദീനാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരുന്നു. അവിടുത്തെ മടിത്തട്ടിൽ ആ കിഴി വെച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്ന് അവിടുത്തെ മടിയിൽ അത് വാരിയെടുക്കുന്നു. അതാണ് രംഗം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകിയ 1000 ദീനാറുകൾ കൊണ്ട് മാത്രം അന്ന് മുസ്ലിമീങ്ങളുടെ സൈന്യം ഒരുങ്ങി. ജയ്ഷുൽ ഉസ്ര, ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ സന്നിഹിതരാകപ്പെട്ട അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട സൈന്യമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ധനസഹായം കൊണ്ട് ഒരുക്കപ്പെട്ട ആ സൈന്യത്തെ ചരിത്രം വിശേഷിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തിനെ തുടർന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, മാ ദറ ഉസ്മാൻ മാ അമില ബഅദൽ യൗം. ഉസ്മാൻ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്തും അദ്ദേഹത്തിന്റെ പരലോകത്തെ, സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ, നരകം കാരണമാകാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനവും ഇതിനു ശേഷം അദ്ദേഹത്തെ ദ്രോഹിക്കുകയില്ല. അദ്ദേഹം എന്തു പ്രവർത്തിച്ചാലും അദ്ദേഹത്തിനത് പരലോകത്ത് ദോഷമുണ്ടാക്കുകയില്ല. അദ്ദേഹം സ്വർഗത്തിലായിരിക്കുമെന്ന സൂചന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു എന്നാണ്. ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാമം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ദുന്നൂറൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചിന്ത ഇതായിരുന്നു. ധനാഢ്യനായിരുന്നു, സമ്പന്നനായിരുന്നു, സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സേവിച്ചവൻ, അധികാരം കൊണ്ട് ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ ഖിലാഫത്ത് അത് ലഭിക്കപ്പെട്ട മഹാനായ ഭൗതികമായി സ്ഥാനം ലഭിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത എന്തായിരുന്നു? പരലോകത്ത് രക്ഷ നേടുന്ന മന്ത്രം എന്തായിരുന്നു എന്നതാണ്. തന്റെ സഹോദരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സലാം പോലും കേൾക്കാത്ത രൂപത്തിൽ അദ്ദേഹം ആ ചിന്തയിൽ വ്യാപൃതനായി എന്നാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്കിത്തരം ചിന്തകൾ നമ്മുടെ അടുത്തുകൂടി നടന്നു പോകുന്ന സഹോദരന്റെ സലാമിനെ മറപ്പിച്ചു കളഞ്ഞത്? എപ്പോഴാണ് അവരുടെ കുശലാന്വേഷണങ്ങൾ മറപ്പിക്കുന്ന രൂപത്തിൽ പരലോക ചിന്തയെക്കുറിച്ചും ഇഹപര വിജയത്തെക്കുറിച്ചും അതിന്റെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെക്കുറിച്ചും എപ്പോഴാണ് നമ്മെ കാര്യങ്ങൾ അശ്രദ്ധയിലാക്കിയത്? സഹോദരങ്ങളെ, പക്ഷേ ദുനിയാവിന്റെ ചിന്തകൾ, കിട്ടാതെ പോയ നേട്ടങ്ങൾ, നഷ്ടം സംഭവിച്ച സമ്പത്തിന്റെ ഉപാധികൾ, ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളുടെ നഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ച് ഓർത്ത്
നമ്മുടെ രാത്രികൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്, നമ്മുടെ ചിന്തകൾ സമയം കൊല്ലാറുണ്ട്. പക്ഷേ ശ്രേഷ്ഠരായ അമ്പിയാക്കൾക്ക് ശേഷം മനുഷ്യരിൽ മഹോന്നതരായ ഖുലഫാ ഉർ റാഷിദീങ്ങൾ മുന്നിൽ നിൽക്കുന്ന സ്വഹാബത്തിനോ നമ്മുടെ മുൻഗാമികൾക്കോ ഉറക്കം നഷ്ടപ്പെടുത്തിയതും ചിന്ത വ്യാപൃതമാക്കിയതും അവരെ സമയം കൊന്നതും ഇത്തരം ചിന്തകളായിരുന്നു. സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, അവധിക്കാലത്തിലാണ്, ഒഴിവു സമയത്തിലാണ് നാം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച് ഇന്നു നാം മരിച്ചാൽ നമ്മുടെ ജീവിതം ആറടി മണ്ണിലേക്കാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും എൻ്റെ ഏകാന്തതയിൽ, ഖബറിന്റെ കൂരാകൂരിരുട്ടിൽ, ആറടി മണ്ണിൽ, ശീതീകരിച്ച അറയോ മെത്തയോ തലയിണയോ ഒന്നുമില്ലാത്ത എൻ്റെ ശരിയായ ഭവനത്തിൽ ഖിയാമത്ത് നാൾ വരെ ഞാൻ വിശ്രമിക്കേണ്ടുന്ന എൻ്റെ അന്ത്യസ്ഥാനത്തിൽ, എൻ്റെ വിശ്രമ കേന്ദ്രത്തിൽ എന്തായിരിക്കും എൻ്റെ കൂട്ടൽ? ഇന്നു മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്താണ്? എന്താണ് എനിക്ക് രക്ഷ? എന്താണ് എൻ്റെ വിജയത്തിന്റെ ശരിയായ മാനദണ്ഡം? എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഇതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? എത്രമാത്രം ചർച്ച ചെയ്യാറുണ്ട്? മുസ്ലിമീങ്ങളാണ് നാം, ഈമാനുള്ളവരാണ് നാം, അള്ളാഹുലും റസൂലിലും പരലോകത്തിലും വിശ്വാസമുള്ളവരാണ് നാം, സ്വർഗ നരകങ്ങളിൽ വിശ്വാസമുള്ളവരാണ് നാം. അള്ളാഹുവിന്റെ മഹ്ശറിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധ്യമുള്ളവരാകേണ്ടവരാണ് നാം. ഈ ചിന്തകൾ നമ്മളെ എത്രമാത്രം അലട്ടാറുണ്ട്? സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ തന്റെ വീട്ടിൽ ഭാര്യയോടൊപ്പം ഇരിക്കവെ കരയുകയാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം തന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് അദ്ദേഹം കിടക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം കരയുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തോട് തന്റെ ഭാര്യ ചോദിച്ചു, മല്ലദി അബ്കാക്, എന്താണ് താങ്കളെ കരയിപ്പിക്കുന്ന കാര്യം? വളരെ സ്വസ്ഥമായി, സമാധാനമായി തന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ തലചായ്ച്ച് കിടക്കവേ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പെട്ടെന്ന് കരഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? ദക്കർതു ഖൗലല്ലാഹി തആല, അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിന്റെ വാക്ക്, എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിന്റെ വാക്ക്, പടച്ച റബ്ബിന്റെ വാക്ക് ഈ സമയം ഓർത്തു. സഹോദരങ്ങളെ, പലരുടെയും വാക്കുകൾ നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. പല ആളുകളുടെയും വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. നമ്മളെ ഏറ്റുപറയാറുണ്ട്. ഒരർത്ഥവുമില്ലാത്ത വ്യർത്ഥമായ ദുനിയാവിന്റെ മാത്രം പ്രതീക്ഷകൾ, അതല്ലെങ്കിൽ യാതൊരു ഉപകാരവുമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും നയിക്കുന്ന ചിന്തകളും ഫിക്കറുകളും ആപ്തവാക്യങ്ങളും നമ്മൾ വലിയ തോതിൽ സ്റ്റാറ്റസായും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുണ്ട്. നമ്മുടെ ഐഡന്റിറ്റിയായി അത് പ്രദർശിപ്പിക്കാറുണ്ട്. അള്ളാഹുവിന്റെ വാക്കോർത്ത് കരഞ്ഞ ദിനങ്ങൾ, കരയാൻ പ്രേരിപ്പിച്ച സമയങ്ങൾ നമുക്ക് എത്രയുണ്ട്? പാഠമാകണം ഈ സംഭവം. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിന്റെ വാക്ക് ആലോചിച്ചു. എന്താണ് ആ വാക്ക്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂറത്ത് മറിയമിലെ വചനങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും, കുട്ടിയും വാപ്പയും ഉമ്മയും മാതാപിതാക്കളും സഹോദരനും സഹോദരിയും പണക്കാരനും പടിക്കാരനും സ്ത്രീയും പുരുഷനും സർവ മനുഷ്യരും കാഫിറും മുഅ്മിനും ധിക്കാരിയും തോന്നിവാസിയും സന്മാർഗിയും മനുഷ്യരെ, നിങ്ങളാകുന്ന സകല പടപ്പുകളും കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നിയെ കാണുക തന്നെ ചെയ്യും, അതിന്റെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പിൽ കത്തിജ്വലിക്കുന്ന നരകം ഹൽമിൻ മസീദ്, ഇനിയും അധികരിച്ച് എനിക്ക് ഇന്ധനമായി തീരാനുള്ള വിറകുകളുണ്ടോ, മനുഷ്യ ശരീരങ്ങളുണ്ടോ എന്ന് ഗർജിക്കുന്ന ഭീതിതമായ രംഗത്തിന് സാക്ഷിയായി നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുവരപ്പെടും. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അത് നിന്റെ റബ്ബ് നിനക്കുമേൽ വിധിച്ച മനുഷ്യ ഖണ്ഡിതമായ വിധിയാണ്. സിറാത്ത് എന്ന തലനാരിനേക്കാൾ നേർത്ത, വാളിനേക്കാൾ മൂർച്ചയുള്ള, മിനുസമുള്ള നിന്നെ നരകത്തിലേക്ക് വലിക്കുന്ന ആമങ്ങളും ചങ്ങലകളും കൊളുത്തുകളും ഇരുവശം അലങ്കരിക്കപ്പെടുന്ന ഭയാനകമായ നരകത്തിനു കുറുകെ തീർക്കപ്പെട്ട പാലത്തിലൂടെ നീ സഞ്ചരിക്കേണ്ടി വരും. നരകത്തിന്റെ ഭീതിതമായ രംഗത്തിന് നീ സാക്ഷിയാകേണ്ടി വരും. നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ വിധിയാണത്. പിന്നീട് അള്ളാഹുവിനെ ഭയന്നവർ, അവനെ പേടിച്ചവർ,
പരലോക ശിക്ഷയെ, നരകത്തെ ഭയപ്പെട്ടവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും അതിലുപരി അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും ഓശാരം കൊണ്ടും സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. എന്നാൽ അക്രമികൾ, തോന്നിവാസികൾ, തന്നിഷ്ടക്കാർ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരിശുദ്ധ ദീനിന്റെ അധ്യാപനങ്ങളെയും മറന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ മുഖം കുത്തി വീഴുന്നവരായി അവരെ വിട്ടേക്കും, അവർ ഉപേക്ഷിക്കും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ഇത് നിന്റെ റബ്ബിന്റെ ഗണ്ഡിതമായ വിധിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലെ വചനം ഞാൻ ഓർത്തുപോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലാ അദ്രി അനൻജു മിൻഹാ അംല. ഈ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ ഞാൻ, അതല്ല മുഖം കുത്തി നരകത്തിൽ ആപതിക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുമോ ഞാൻ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ആ ആലോചനയാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചത് എന്നാണ്. ഇതായിരുന്നു അവരുടെ ചിന്ത, ഇതായിരുന്നു അവരുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കിയ, മനസ്സിന്റെ അന്തരാളങ്ങളിൽ അവർ കുറക്കം നഷ്ടപ്പെടുത്തിയ മനോവ്യാപാരങ്ങൾ ഇതായിരുന്നു. സഹോദരങ്ങളെ, ആരായിരുന്നവർ? മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും നല്ല ഹൃദയത്തിനുടമകൾ, ഏറ്റവും നല്ല സ്വഭാവ മഹിമകൾ കൊണ്ട് സമ്പന്നരായവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂലിന്റെ അനുയായികളാകാൻ നേർക്കുനേരെ തെരഞ്ഞെടുത്ത സഹാബാവര്യർ. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമർ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ചവർ. റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു തൃപ്തിപ്പെട്ടവർ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ. അന്നുജൂമു അമനത്തുൽ ലിസമാ, ആകാശങ്ങൾക്ക് നക്ഷത്രങ്ങൾ എത്ര നിർഭയത്വമാണോ, ഭംഗിയാണോ, അലങ്കാരമാണോ, അതുപോലെ ഈ ഉമ്മത്തിന് നിർഭയത്വമായവർ എന്റെ സ്വഹാബത്ത്. അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, ഇസ്ലാമിന്റെ പടിക്കാണ് അവരെ പുറത്ത് സ്ഥാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ സൂചനകൾ നമുക്ക് നൽകപ്പെട്ടവർ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചിന്തയിലായിരുന്നു. സഹോദരങ്ങളെ, ഈ രക്ഷ, പരലോക രക്ഷ, ഇഹപര വിജയം നേടാനുള്ള മന്ത്രത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അത് ഇബാദത്താണ്, അത് നന്മയാണ്, അത് സൽക്കർമ്മമാണ്, സകല നന്മകളിലേക്കും നമ്മെ നയിക്കുന്ന മഹത്തായ ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഫിർഔനിന്റെ ചരിത്രം പറയവേ, ഫിർഔനിന്റെ സമൂഹത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിന് ഉത്തരം ചെയ്ത മുഅ്മിനായ സൽക്കർമ്മിയായ ഒരു വ്യക്തിയെ പറ്റി അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു ഗാഫിറിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ധിക്കാരികളായ ഫിർഔനിൽ വിശ്വസിച്ച കുഫാറുകളായ, അക്കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹരായ ആ വിഭാഗത്തെ പറ്റി അവരോട് പറയുന്നതായി അല്ലാഹു ആ മനുഷ്യന്റെ സംസാരം ഖുർആനിൽ പറയുന്നുണ്ട്. وقال الذي آمن يا قوم اتبعوني أهدكم سبيل الرشاد. ആ മനുഷ്യൻ, വിശ്വസിച്ചവനായ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ തന്റെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ സമൂഹമേ, നിങ്ങളിലേക്ക് അയച്ച നബിയെയും ആ നബിയിൽ വിശ്വസിച്ച എന്നെയും നിങ്ങൾ പിൻപറ്റുക. നിങ്ങൾക്ക് ഞാൻ നന്മയുടെ മാർഗം കാണിച്ചു തരാം. ഇങ്ങനെ നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ എക്കാലഘട്ടത്തിലും കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ വളരെ തുച്ഛമാണ്. ആ മനുഷ്യൻ പറയുകയാണ്, നന്മയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ മതാ. ഓ സമൂഹമേ, ഈ ഐഹിക ലോക ജീവിതമുണ്ടല്ലോ, ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ സുഖങ്ങളിലേക്ക്, ഇവിടുത്തെ സംഗീത നിശയിലേക്ക്, ഇവിടുത്തെ ഗാനമേളകളിലേക്ക്, ഇവിടുത്തെ കല്യാണപ്പുരകളിലെ മാമാങ്കങ്ങളിലേക്ക്, ഇവിടുത്തെ സ്ത്രീധന പേക്കൂത്തുകളിലേക്ക്, ഇവിടുത്തെ ഹറാമുകളിലേക്ക്, ഇവിടുത്തെ സ്ത്രീ പുരുഷ സങ്കലനത്തിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പേരിൽ ക്ഷണിക്കുന്നവരുമുണ്ടാകും, അതല്ലാത്തവരുമുണ്ടാകും. എങ്കിൽ ഈ ഐഹിക ലോക ജീവിതം മതാ, അത് നിങ്ങളെ വഞ്ചിക്കുന്ന നൈമിഷികമായ വിഭവങ്ങൾ മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. എന്നാൽ നശിക്കാത്ത ആഖിറമുണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് സ്ഥിരവാസത്തിനുള്ള സങ്കേതം. ഫിർഔന്റെ കാലഘട്ടത്തിലെ മുഅ്മിൻ അന്നത്തെ ധിക്കാരികളോട്, ചെങ്കടലിൽ അല്ലാഹു മുക്കി നശിപ്പിച്ച ആ മഹാധിക്കാരികളോട് സംവദിക്കാൻ ഫിർഔനിന്റെ കാലഘട്ടത്തിലെ മുഅ്മിനിന്റെ ഭാഷയെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്നും പ്രസക്തമായ മനോഹരമായ വാക്കുകൾ.
നിങ്ങളെ ക്ഷണിക്കുന്നവർ, ദുനിയാവിലേക്ക് ക്ഷണിക്കുന്നവർ നിങ്ങളെ നയിക്കുന്നത് നാശത്തിലേക്കാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സബീലുർ റഷാദ്, നന്മയുടെ സ്വർഗത്തിന്റെ പാന്താവിലേക്കാണ്. അതാണ് നശിക്കാത്ത സ്ഥിരവാസത്തിനുള്ള പരലോകത്തേക്കുള്ള മാർഗം. ദുനിയാവിന്റെ നശിക്കുന്ന വിഭവങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് അദ്ദേഹം പറയാണ്. മൻ അമില സയ്യിഅതൻ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരാണോ തിന്മകൾ പ്രവർത്തിക്കുന്നത്, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അതിന് തത്തുല്യമായ ശിക്ഷ കണ്ടെത്തും അവൻ അനുഭവിക്കേണ്ടി വരും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരടുമണി തൂക്കം എത്ര നിസാരമാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തിക്കോളൂ. പക്ഷേ ഒരടുമണി തൂക്കം, ഒരു ചെറിയ ഉറുമ്പിന്റെ കാൽപ്പാടിനോളം തിന്മയാണോ നിങ്ങൾ ചെയ്തത്, വല്ലാഹി തല്ലാഹി സുമ്മ ബില്ലാ, പരലോകത്തത് നിങ്ങൾ കാണും. നിങ്ങളുടെ കർമ്മരേഖയിൽ അത് കാണും. അള്ളാഹു അതിന്റെ പേരിൽ വിചാരണ ചെയ്യും. അതുകൊണ്ട് തിന്മകൾ എത്ര നിസാരമാണെങ്കിലും പ്രവർത്തിക്കുന്നവർ അതിന്റെ ഫലം, അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വമൻ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ആരാണോ, മിൻ ദക്കറിൻ ഔ ഉൻസ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായ നിലയിൽ, തൗഹീദുള്ളവനായ നിലയിൽ, ഫഉലൈക യദ്ഖുലൂനൽ ജന്നത യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. അല്ലാഹു കണക്കില്ലാതെ അവർക്ക് അവിടെ റിസ്ക് നൽകും. കണക്കില്ലാത്ത അല്ലാഹുവിന്റെ റിസ്ക്കും സ്വർഗീയ ജീവിതവും പരലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുന്നു ഈ മനുഷ്യനിലൂടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് പ്രസക്തമായ ഭാഗം, വയാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത്, ഓ മനുഷ്യരെ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഇതാ, ഈ സ്വർഗത്തിലേക്ക്, ഇഹപര വിജയം നേടാൻ സാധിക്കുന്ന രക്ഷയുടെ മാർഗത്തിലേക്ക്, ഇലൻ നജാ, രക്ഷയിലേക്കാണ്, സമാധാനത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, ഇഹപര മോക്ഷത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. വതദഊനനി ഇലൻ നാർ, നിങ്ങളെന്നെ ക്ഷണിക്കുന്നത് നശിക്കാത്ത ദുനിയാവിന് വേണ്ടി കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ്. എന്തൊരു ദുര്യോഗമാണത്! അദ്ദേഹം ചോദിക്കാണ്, തദഊനനി ലിഅക്ഫുറ ബില്ലാഹ് വഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽം, നിങ്ങളെന്നെ ക്ഷണിക്കുന്നത് അല്ലാഹുവിനെ ധിക്കരിക്കാനും കുഫ്റിലേക്കും ശിർക്കിലേക്കും എനിക്ക് യാതൊരു തെളിവോ പ്രമാണമോ ഇല്ലാത്ത തോന്നിവാസങ്ങളിലേക്കുമാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ക്ഷണമൊന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കൂ. വഅന അദ്ഉകും ഇലൽ അസീസിൽ ഗഫാർ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സർവപ്രതാപിയും സകല തിന്മകളും പുറത്തു നൽകുന്നവനുമായ അസീസും ഗഫാറുമായ റബ്ബിന്റെ മാർഗത്തിലേക്കാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനപദങ്ങളിലൂടെ, അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലൂടെ, അന്ന് എണ്ണപ്പെട്ട് ഒറ്റപ്പെട്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ വിളിയാളങ്ങളായി നമ്മിലേക്ക് കൈമാറി നൽകിയ, അവസാനം സ്വഹാബത്തിന്റെ ചിന്തകളിലും സ്ഥാനം പിടിച്ച രക്ഷയുടെ വിളിയാളങ്ങളാണ്. നജാത്തിന്റെ മാർഗത്തിലേക്കുള്ള ഇഹപര മോക്ഷം നേടാനുള്ള ചിന്തയിലേക്ക്. സഹോദരങ്ങളെ, ഈ ചിന്തകൾ പരസ്പരം തൊട്ടുണർത്തുക, ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക, മക്കൾക്ക് പകർന്നു നൽകുക, കുടുംബത്തിന് പകർന്നു നൽകുക, അയൽവാസികൾക്കും സമൂഹത്തിനും ഇത് പഠിപ്പിച്ചു നൽകുക. നമ്മുടെ ദൗത്യം സ്വന്തം നഫ്സിനെ നന്നാക്കുകയും അതോടൊപ്പം അതിലായി ജീവിച്ച് മറ്റുള്ളവർക്ക് ഈ ദീനിന്റെ രക്ഷാമാർഗം പകർന്നു നൽകുകയുമാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മുൻഗാമികളിൽ ചിലർ പാടിയതായി കാണാം, മബാലു ദീനിക തർല അൻ തുദന്നിസഹു വസൗബുക ദഹ്റ മഗ്സൂലുൻ മിന അദ്ദനസി ترجو النجاة ولم تسلك مسالكها إن السفينة لا تجري على اليبس ما بال دينك ترضى أن تدنسه. ഏ മനുഷ്യ, എന്താണ് നിന്റെ അവസ്ഥ? നിന്റെ ദീൻ അത് കേടാവുന്നത്, നിന്റെ ദീനിൽ ഖറ ബാധിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു, നിനക്കതിൽ യാതൊരു പ്രയാസവുമില്ല. നിന്റെ ദീനിന്റെ നന്മകൾ, നീ പ്രവർത്തിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങൾ, ഈ ദീനിന്റെ മനോഹരമായ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ, ഉന്നതമായ മൂല്യങ്ങൾ
നീ ഒരു മുസ്ലിമാണ് എന്ന സ്വത്വബോധത്തിൽ നീ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കേണ്ടുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇതൊന്നും നിന്റെ ജീവിതത്തിലില്ല. അതിനൊക്കെ കറ ബാധിച്ചിരിക്കുന്നു. നിന്റെ വേഷത്തിലില്ല, നിന്റെ വസ്ത്രത്തിലില്ല, നിന്റെ തലമുടിയിലില്ല, നിന്റെ ഇരിപ്പിലില്ല, നടത്തത്തിലില്ല, ചേലിലില്ല, കോലത്തിലില്ല. ഒരു രംഗത്തും അള്ളാഹുവിന്റെ റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തുമായി, മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠരായ, ഉത്തമരായ, ശ്രേഷ്ഠരായ മുൻഗാമികളുമായി നിന്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. നിന്റെ ദീനിനെ കറ ബാധിച്ചിട്ടും നിനക്കതിൽ യാതൊരു പ്രയാസവുമില്ല. എന്താണ് നിന്റെ അവസ്ഥ? പക്ഷെ നിന്റെ വസ്ത്രം, നീ ധരിച്ചിട്ടുള്ള ശുഭ്രവസ്ത്രം, നീ തേച്ചുമിനുക്കി കഞ്ഞിപ്പശയിൽ മുക്കി വടിവൊത്തതാക്കി നീ ഉടുത്ത് നടക്കുന്ന നിന്റെ വസ്ത്രത്തിൽ ഒരു കറ ബാധിച്ചാൽ, ഒരു കറയുടെ കുത്തു ബാധിച്ചാൽ നിനക്കത് ഇഷ്ടാവൂല. നീ എപ്പോൾ തന്നെ അത് കഴുകി ശുദ്ധീകരിച്ച്, അല്ലെ, ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് തേച്ചുമിനുക്കി പിന്നെ അതിനെ പുതുക്കും. നിന്റെ വസ്ത്രത്തിൽ ഒരു അഴുക്ക് ബാധിക്കുന്നത്, ഒരു കറ ബാധിക്കുന്നത്, ചെളി പിടിക്കുന്നത് നിനക്കിഷ്ടമില്ല. സംഭവിച്ചാൽ ഉടനെ നീ അതിന്റെ പുതുക്കം മടക്കിയെടുക്കുകയാണ്. അതിനെ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രമാക്കി നീ പിന്നെയും ഉടുക്കുകയാണ്. ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് അതിനേക്കാൾ തിളക്കമുള്ളത് വീണ്ടും നീ നന്നാക്കിയെടുക്കുകയാണ്. നിന്റെ വസ്ത്രത്തിൽ ഒരു പുഴുക്കുത്തു ബാധിക്കുന്ന നിനക്ക് സഹിക്കുന്നില്ല. സഹോദര, നിന്റെ ദീൻ, നിന്റെ ഉടലും നിന്റെ അകവും ഉള്ളും പുറവും നീ ഒരുപോലെ അലങ്കാരമണിയേണ്ട നിന്റെ ദീൻ, കാലഘട്ടം മുഴുവൻ, ആയുസ് മുഴുവൻ നീ കറപിടിപ്പിച്ചിട്ടും നിനക്കൊരു സങ്കോചവുമില്ല, നിനക്കൊരു പ്രയാസവുമില്ല. നീ മുസ്ലിമാണ് പോലും. മാമാലു ദീനിക്, എന്താണ് നിന്റെ ദീനിന്റെ അവസ്ഥ? ഞാൻ പറഞ്ഞതല്ല, മുൻഗാമികൾ ചോദിച്ചതാണ്, നമ്മോട് ഓരോരുത്തരോടും ചോദിച്ചതാണ്. നീ സംസാരിക്കുകയാണെങ്കിലോ നിന്റെ ഡയലോഗിന് ഒരു പഞ്ഞമില്ല. രക്ഷയും ദീനിനെ കുറിച്ചുള്ള പാഠങ്ങളും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പരലോകവും വായിൽ വാത്തോരാതെ നീ സംസാരിക്കും. നീ രക്ഷ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഞാനാണ് ഇസ്ലാമിന്റെ വൻമരം, ഞാനാണ് ദീനിന്റെ നടുഖണ്ഡം എന്നൊക്കെ നീ അവകാശവാദം പറയും. നിനക്ക് രക്ഷാമാർഗത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ വലം തസ്ലുക് മസാലിക്കഹ, അതിന്റെ വഴികളിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് വയ്യ. പണിയെടുക്കാൻ വയ്യ, നന്നാകാൻ വയ്യ, പ്രവർത്തിക്കാൻ വയ്യ. പക്ഷേ സംസാരത്തിൽ വലിയ തോതിൽ ഇസ്ലാമിനെ നീ സംസാരിക്കും. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി, നീ ഓർക്കണം, കപ്പൽ, ആ കപ്പൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയില്ല. ആ കപ്പലിന് സഞ്ചാരയോഗ്യമായ മാർഗം അത് സമുദ്രമാണ്, വെള്ളമാണ്, തിരമാലയാണ്. പാരാവാരം പോലെയുള്ള മഹാസാഗരത്തിലെ തിരമാലകൾ കലങ്കൃതമായ കപ്പലുകൾ സഞ്ചരിക്കുകയുള്ളൂ. മരുഭൂമിയിലെ വറ്റിവരണ്ട ഭൂമിയിൽ കപ്പലിന് സഞ്ചാരയോഗ്യമല്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, പരലോകത്തേക്ക്, വിജയതീരത്തേക്ക്, ആ മഹാസാഗരം, വറ്റാത്ത പരലോക ജീവിതത്തിലെ സുഖാനുഭവങ്ങൾക്ക് നിനക്കിവിടെ വറ്റിവരണ്ട ഇസ്ലാം തൊട്ടു തീണ്ടാത്ത ജീവിതം കൊണ്ട് ഒരു രക്ഷയും ഉണ്ടാകുകയില്ല. നീ വിജയതീരത്തേക്ക് അടുക്കുകയില്ല, നിനക്ക് ആ കപ്പലിൽ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വസ്ത്രത്തെക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കാൾ, നമുക്ക് പ്രിയപ്പെട്ടതിനേക്കാൾ ഏറ്റവും അമൂല്യം നമ്മുടെ ദീനാണ്. ഈ ദീനിലല്ലാതെ ജീവിച്ചു മരിച്ചാൽ നമ്മെക്കാൾ നഷ്ടപ്പെട്ടവർ, നഷ്ടം നേരിടേണ്ടി വന്നവർ മറ്റാരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനഷ്ടത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.